വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ആ സമയത്ത് ആ വൈദികൻ കടന്നു വന്നു സമ്മേളനം ആരംഭിച്ചു. അദ്ദേഹം വളരെ ധൃതിയിലായിരിക്കുന്നതുപോലെ കുറച്ചു സമയത്തേക്ക് മാത്രം സംസാരിച്ചു. സമ്മേളനത്തിനു ശേഷം അദ്ദേഹം കുമ്പസാരക്കൂട്ടിലേക്ക് പോയി. മറ്റു സിസ്റ്റേഴ്സ് ആരും അങ്ങോട്ട് പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ചാടിയണീറ്റ് ഒരു നിമിഷത്തിനകം കുമ്പസാരക്കൂട്ടിലെത്തി. ചിന്തിക്കാൻ എനിക്ക് സമയം ലഭിച്ചില്ല. ഈശോയുമായുള്ള എന്റെ ഇടപാടുകളെ സംബന്ധിച്ചുള്ള സംശയങ്ങളെപ്പറ്റി പറയുന്നതിനു പകരം മുൻപ് വിവരിച്ച പ്രലോഭനങ്ങളെപ്പറ്റി സംസാരിച്ചു തുടങ്ങി. ആ കുമ്പസാരക്കാരൻ ഉടനെ തന്നെ എന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, സിസ്റ്റർ, കർത്താവീശോ നിന്നോട് ദയാപൂർവം പെരുമാറുന്നത് കൊണ്ടാണ് നീ അവിടുത്തെ അവിശ്വസിക്കുന്നത്. സിസ്റ്റർ പൂർണ്ണമായും സമാധാനമായിരിക്കുക. ഈശോ നിന്റെ ഗുരുവാണ്. അവിടുന്നുമായുള്ള സംസർഗം ദിവാസ്വപ്നങ്ങളോ മായാദർശനങ്ങളോ ചിത്തഭ്രമമോ അല്ല. നീ ശരിയായ മാർഗത്തിലാണെന്ന് മനസ്സിലാക്കുക. ഈ കൃപകളോട് വിശ്വസ്തത പുലർത്താൻ ശ്രമിക്കുക. അവയിൽ നിന്ന് ഓടിയൊളിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ഈ ആത്മീയ കൃപകളെക്കുറിച്ച് നിന്റെ അധികാരികളോട് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ കർത്താവീശോ തന്നെ വ്യക്തമായി അതാവശ്യപ്പെടണം. എന്നാലും നീ നിന്റെ കുമ്പസാരക്കാരൻ്റെ ഉപദേശം ആരായണം. ബാഹ്യമായത് എന്തെങ്കിലും കർത്താവീശോ ആവശ്യപ്പെടുന്നെങ്കിൽ നിന്റെ കുമ്പസാരക്കാരനോട് ആലോചിച്ച ശേഷം അവിടുന്ന് ആവശ്യപ്പെടുന്നത് എത്ര ത്യാഗം സഹിച്ചും നീ നിറവേറ്റണം. എല്ലാ കാര്യങ്ങളും കുമ്പസാരക്കാരനോട് തുറന്നു പറയണം. സിസ്റ്റർ, നിനക്ക് സ്വീകരിക്കാൻ മറ്റൊരു വഴിയില്ല. ഒരു ആത്മീയ നിയന്താവിനെ ലഭിക്കാൻ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ കർത്താവിൻ്റെ വലിയ കൃപകൾ നീ നഷ്ടപ്പെടുത്തിക്കളയും. ഞാൻ വീണ്ടും പറയുന്നു, സമാധാനമായിരിക്കുക. നീ ശരിയായ പാതയിലാണ് സഞ്ചരിക്കുന്നത്. മറ്റൊന്നിനും ചെവി കൊടുക്കേണ്ട. മറ്റുള്ളവർ നിന്നെപ്പറ്റി പറയുന്നത് പരിഗണിക്കാതെ കർത്താവിനോട് എപ്പോഴും വിശ്വസ്തത പുലർത്തുക. ഇപ്രകാരം ദുരിതപ്പെട്ട ആത്മാക്കളുമായാണ് ഈശോനാഥൻ ഉറ്റബന്ധം പുലർത്തുന്നത്. നീ എത്രമാത്രം എളിമപ്പെടുന്നുവോ അത്രമാത്രം ഈശോനാഥൻ നിന്നോട് ഐക്യപ്പെടും. കുമ്പസാരക്കൂട് വിട്ടുപോരുമ്പോൾ അവർണ്ണനീയമായ ആനന്ദത്താൽ ഞാൻ നിറഞ്ഞു. മറ്റു സിസ്റ്റേഴ്സ് കാണാതെ ദൈവവുമായി സ്നേഹസല്ലാപത്തിൽ ഏർപ്പെടാൻ ഞാൻ ഉദ്യാനത്തിലെ ഒരൊഴിഞ്ഞ സ്ഥലത്തേക്ക് പിൻവലിഞ്ഞു. ദൈവസാന്നിധ്യം എന്നിൽ നിറഞ്ഞു. ഒരു നിമിഷം കൊണ്ട് എന്റെ ഇല്ലായ്മകൾ ദൈവത്തിൽ ലയിച്ചുപോയി. ആ നിമിഷം തന്നെ എന്നിൽ വസിക്കുന്ന 3 ദൈവിക വ്യക്തികളുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു, അഥവാ തിരിച്ചറിഞ്ഞു. എന്റെ ആത്മാവിന് വലിയ സമാധാനം ലഭിച്ചു. എനിക്ക് ഇത്രമാത്രം സംശയമുളവായതിൽ ഞാൻ വിസ്മയിച്ചു.